പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 9th ഫസ്റ്റ് ചാപ്റ്ററായ പെയർ ഓഫ് ഇക്വേഷൻസിലെ പേജ് നമ്പർ 18 സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വെൻ എ ലാർജർ നമ്പർ ഈസ് ഡിവൈഡഡ് ബൈ എ സ്മോളർ നമ്പർ, ദി കോഷ്യന്റ് ആൻഡ് ദി റിമൈൻഡർ ആർ ബോത്ത് 2 when 5 times the smaller is divided by the larger, the quotient and the remainder are still both 2. What are the numbers? Numbers ഏതെല്ലാമാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് ഇങ്ങനെ ചെയ്യുന്ന നോക്കാം. നമുക്കിവിടെ ലാർജർ നമ്പർ എക്സും സ്മോളർ നമ്പർ വൈ ആയിട്ട് എടുക്കുന്നുണ്ട്. ലാർജർ നമ്പർ ഈക്വൽ ടു എക്സ്, smaller number equal to y. എന്താണ് കണ്ടീഷൻ പറയുന്നില്ല? when a larger number is divided by a smaller number, അതായത് ലാർജർ നമ്പർ എന്താണ്? എക്സ് ഡിവൈഡഡ് ബൈ വൈ. ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കോഷ്യന്റ് എന്താണ്? കോഷ്യന്റ് ഈക്വൽ ടു 2 and remainder equal to 2 അല്ലേ? ലാർജർ നമ്പറിനെ സ്മോളർ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കോഷ്യന്റ് 2 ആണ്, അതേപോലെ തന്നെ റിമൈൻഡർ 2 ആണ്. അപ്പം ഇതെന്ത് ചെയ്യാം? നമുക്ക് ഇത് ഡിവിഡൻഡ് ആണ് അല്ലെ? ഡിവിഡൻഡ് ഈക്വൽ ടു എന്താണ്? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ അല്ലെ? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ എന്നാണ് വരുന്നത്. ഇത് എന്ത് വരും? ഡിവിഡൻഡ് എക്സ് ഈക്വൽ ടു കോഷ്യന്റ് എന്താണ്? 2 ഇൻറ്റു ഡിവിഡൻഡ് എന്താണ്? വൈ പ്ലസ് 2 ആയിരിക്കും അല്ലെ? എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ പ്ലസ് 2 ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് എഴുതാം? എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ 2y പ്ലസ് 2 അല്ലെ? ഇനി നമുക്ക് ഒരു സൈഡ് വേരിയബിൾസ് മാത്രമാക്കുക, ഒരു സൈഡ് നമ്പേഴ്സ് മാത്രം കൊണ്ടുവരാം. അപ്പം എന്ത് വരും? എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 എന്ന് കിട്ടി അല്ലെ? ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുത്തു അല്ലെ? ഇനി എന്താ പറയുന്നുള്ളത്? അടുത്ത കണ്ടീഷൻ നോക്കുക. എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നുള്ളത്? വെൻ 5 ടൈംസ് smaller is divided by the larger, the quotient and the remainder are still both 2. 5 times the smaller is divided by a larger. 5 times smaller means 5y അല്ലെ? സ്മോളർ നമ്പർ നമ്മൾ y ആയിട്ടല്ലേ എടുത്തത്. അപ്പം എന്താ എഴുതാം നമുക്ക്? 5y ഡിവൈഡഡ് ബൈ എക്സ് എന്ത് വരും? അതെന്ന് പറയുന്നത് എന്തായിട്ടാണ് കിട്ടിയത്? അവിടെയും കോഷ്യന്റ് ഈക്വൽ ടു 2, അതുപോലെ തന്നെ എന്താണ്? റിമൈൻഡർ ഈക്വൽ ടു 2 ആണ് അല്ലെ? റിമൈൻഡർ ഈക്വൽ ടു 2 ആണ്. അപ്പം നമുക്ക് ഇതെങ്ങനെ എഴുതാം? നേരത്തെ ഇതേപോലെ ഡിവിഡൻഡ് ഈക്വൽ ടു കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ. അത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് വരും? 5y ഈക്വൽ ടു കോഷ്യന്റ് എന്താണ്? 2 അല്ലെ? എക്സ് ഇൻറ്റു 2, അതായത് കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ എത്രയാണ്? 2 തന്നെയാണ്. അപ്പം 5y ഈക്വൽ ടു എക്സ് ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2x പ്ലസ് 2 അല്ലെ? ഇനി നമുക്ക് ഒരു സൈഡ് കൊണ്ട് ആക്കാം അല്ലെ? അപ്പം എന്ത് ചെയ്യാം? ഇതിനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ച് ചെയ്യുന്നുണ്ട്. 2x അവിടെ വെച്ചു. അപ്പൊ 2x ഈ പ്ലസ് വൈ ഈക്വലിനപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് വൈ ആവും. ഓക്കെ അല്ലെ? ഇത് ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ എന്തായി? മൈനസ് 2 ആവും. അപ്പൊ 2x മൈനസ് 5 അല്ല 5y ഈക്വൽ ടു മൈനസ് 2 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കൂടി കിട്ടി. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ് കിട്ടിയത്? 2x മൈനസ് 5y ഈക്വൽ ടു മൈനസ് 2 എന്നാണ് കിട്ടിയത് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഫസ്റ്റത്തെ ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 ആണ് അല്ലെ? ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 1ഉം വൈന്റെ കോഎഫിഷ്യന്റ് -2 ആണ്. ഇവിടെയോ 2x മൈനസ് 5y ഈക്വൽ ടു -2. ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് 2ഉം വൈന്റെ കോഎഫിഷ്യന്റ് -5 ആണ്. അപ്പൊ ഇത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഇക്വേഷനിൽ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ കോഎഫിഷ്യന്റ് ഈക്വൽ ആക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇക്വേഷൻ 1 എടുത്തിട്ട് അതിനെ 2 കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഇക്വേഷൻ 1 ഇൻറ്റു 2 എന്ത് കിട്ടും നോക്കാം. ഇക്വേഷൻ 1 എന്താണ്? x minus 2y equal to 2. അപ്പോൾ 2 into x minus 2
y into 2 equal to 2 into 2. 2 into x 2x minus 2y into 2 എന്ന് പറഞ്ഞാൽ minus 4y equal to 2 into 2 4. ഇക്വേഷൻ നമ്പർ 3 കിട്ടി അല്ലേ? ഇക്വേഷൻ നമ്പർ 3 കിട്ടി. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ നമ്പർ 3യും ഇക്വേഷൻ നമ്പർ 2ഉം കൂടി സോൾവ് ചെയ്താൽ നമുക്ക് വാല്യൂ കിട്ടും. കാരണം എന്താണ്? ഇക്വേഷൻ നമ്പർ 2 ശ്രദ്ധിക്കാം. 2x minus 5y equal to minus 2. ഇവിടെ ഒരു 2x, xന്റെ കോഎഫിഷ്യന്റ് 2. ഇക്വേഷൻ നമ്പർ 3യിലും എന്താണ്? xന്റെ കോഎഫിഷ്യന്റ് 2. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? x റെഡ്യൂസ് ചെയ്തിട്ട് yന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാം ഇവിടെ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. ഇക്വേഷൻ നമ്പർ 3 മൈനസ് ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ 3 എന്തായിരുന്നു? 2x മൈനസ് 4y അല്ലെ? ഇക്വേഷൻ നമ്പർ 3 അതായിരുന്നു. ഇക്വേഷൻ നമ്പർ 2 എന്താണ്? മൈനസ് ഓഫ് 2x മൈനസ് 5y അല്ലെ? ക്ലിയർ അല്ലേ? ഈക്വൽ ടു റൈറ്റ് സൈഡ് എന്താണ്? 4 മൈനസ് 2 ആണ് അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? 2x മൈനസ് 4y മൈനസ് 2x പ്ലസ് 5y ഇങ്ങനെ വരും. കാരണം ഇവിടെ ഒരു മൈനസ് ഉണ്ട്. ബ്രാക്കറ്റിൽ ഓരോ ടേമിനെ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് അല്ല നെഗറ്റീവും, നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആയി മാറും. ഈക്വൽ ടു 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ആൻസർ? 2 ആണ് അല്ലെ? 4 മൈനസ് 2 എന്ന് പറഞ്ഞാൽ ആൻസർ എത്രയാണ്? 2. എന്ത് വരും? 2x മൈനസ് 2x 0 ആയി. മൈനസ് 4y പ്ലസ് 5y ഇപ്പൊ എത്രയായി? y ആണ് അല്ലെ? y ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 ആണ്. ഇക്വേഷൻ നമ്പർ 2 മൈനസ് 2 അല്ലേ? അപ്പം മൈനസ് ഓഫ് മൈനസ് 2 പ്ലസ് 2 ആയി അല്ലെ? അപ്പൊ 4 മൈനസ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 പ്ലസ് 2 ആയി. 4 പ്ലസ് 2 അപ്പൊ എന്ത് കിട്ടും? y ഈക്വൽ ടു 4 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 6. വൈന്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. ഇനി എന്ത് ചെയ്യാ? y ഈക്വൽ ടു 6 ഇൻ ഇക്വേഷൻ 1 കൊടുക്കാം. എന്ത് കിട്ടും? ഇക്വേഷൻ 1 എന്തായിരുന്നു? x മൈനസ് 2y ഈക്വൽ ടു 2 എന്നായിരുന്നു അല്ലെ? x മൈനസ് 2y ഈക്വൽ ടു 2 എന്നായിരുന്നു. അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് അതുപോലെ കൊടുക്കുക. എക്സ് മൈനസ് 2 ഇൻറ്റു 6 ഈക്വൽ ടു 2. അപ്പൊ എക്സ് മൈനസ് 2 ഇൻറ്റു 6 12 ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു 2. മൈനസ് 12 ഈക്വലിനപ്പുറം പോകുമ്പോൾ എന്താവും? മൈനസ് 12 എക്സ് മൈനസ് 2 ഇൻറ്റു 6 അല്ലെ? ഈക്വൽ ടു 2. എക്സ് മൈനസ് 12 ഈക്വൽ ടു 2. എക്സ് ഈക്വൽ ടു അപ്പുറത്തൊരു 2 ഉണ്ട്. ഈ മൈനസ് 12 ഈക്വലിനപ്പുറം പോകുമ്പോൾ പ്ലസ് 12 ആയി അല്ലെ? അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ എന്ത് കിട്ടി? എക്സിന്റെ വാല്യൂ 14 എന്ന് കിട്ടി അല്ലെ? അപ്പൊ നമ്മളെ ലാർജർ നമ്പർ ആണ് നമ്മൾ എക്സ് ആയിട്ട് എടുത്തത്. ലാർജർ നമ്പർ ഈക്വൽ ടു എക്സ്. പിന്നെയോ സ്മോളർ നമ്പർ എന്താണ്? ലാർജർ നമ്പർ എക്സ്. എക്സ് എത്രയാണ്? 14 അല്ലെ? സ്മോളർ നമ്പർ എന്തായിട്ട് നമ്മൾ എടുത്ത y ആണ്. സ്മോളർ നമ്പർ ഈക്വൽ ടു y. അത് എത്രയാണ് കിട്ടിയത്? 6. അപ്പൊ നമ്മളെ നമ്പേഴ്സ് ഏതെല്ലാണ്? 14 ആൻഡ് 6. ക്ലിയർ അല്ലേ?